കുറച്ച് ദിവസമായിട്ട് നമ്മുടെ മൊബൈലിൽ കോളുകളൊന്നും വരുന്നില്ല. ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു സംശയമുണ്ടാകും, നമ്മുടെ മൊബൈൽ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന്. അതുമാത്രമല്ല, നമുക്ക് അത്യാവശ്യമായിട്ട് വരേണ്ട മെസ്സേജുകൾ അല്ലെങ്കിൽ OTPകൾ, വെരിഫിക്കേഷൻ കോഡുകൾ ഇതൊന്നും അതാത് സമയത്ത് വരാതിരിക്കുമ്പോഴും സ്വാഭാവികമായിട്ടും ഒരു സംശയം നമുക്കുണ്ടാകും. നമുക്ക് വരുന്ന കോളുകൾ ആരെങ്കിലും ഫോർവേഡ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ SMS മെസ്സേജുകൾ ആരെങ്കിലും ഫോർവേഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന്. ഇതൊക്കെ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും? ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ മൊബൈലിൽ വരുന്ന കോളുകളോ SMS മറ്റുള്ള കാര്യങ്ങൾ ഫോർവേഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെ ഒഴിവാക്കാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈലിൽ നിർബന്ധമായിട്ടും ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് തന്നെയാണ്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിരിക്കും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം മൊബൈലിൻ്റെ ഡയൽ പാഡ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഈ കാണിക്കുന്ന കോഡ് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യുക. *#67# എന്നിട്ട് കോൾ ബട്ടൺ അമർത്തുക. ഏത് സിമ്മാണ് അതെന്ന് നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സംഭവം സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾക്ക് അങ്ങനെ റിസൾട്ട് കിട്ടുന്നില്ല എങ്കിൽ ഒന്നുകൂടി ട്രൈ ചെയ്താൽ മതി. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. എനിക്കും ഇതുപോലെ 1-2 പ്രാവശ്യം ഡയൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. കണ്ടോ, ഇതുപോലെ നമുക്ക് കാണിക്കും. ഇവിടെ നെറ്റ്വർക്കിൻ്റെ ബിസിയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ആണെന്ന് കാണിക്കുന്നുണ്ട്. ഒന്നുകൂടി നിങ്ങൾ അതേപോലെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. നേരത്തെ ടൈപ്പ് ചെയ്ത കോഡ് തന്നെ ടൈപ്പ് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ കണ്ടോ, കൃത്യമായിട്ട് ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കോൾ ഫോർവേഡിങ് എന്ന് കാണിച്ചിട്ട് വെൻ ബിസി ആണെങ്കിൽ ഇവിടെ ഫോർവേഡ് ആകും. അതുപോലെ തന്നെ വോയിസ് നോട്ട് ഫോർവേഡ്, അതുപോലെ തന്നെ ഡാറ്റ, അതുപോലെ തന്നെ ഫാക്സ്, സ്വിസ്, സിങ്ക്, എസിങ്ക്, പിന്നെ പാക്കറ്റ്, പെയ്ഡ് എല്ലാം ഇവിടെ നോട്ട് ഫോർവേഡാണ് കാണിക്കുന്നത്. നിങ്ങളുടെ മൊബൈലിൽ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക. ഏതെങ്കിലും തരത്തിൽ ഫോർവേഡ് ആണ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു കോഡ് ഇതുപോലെ ഡയൽ ചെയ്തിട്ട് ഇത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നമ്മൾ ഡയൽ പാഡ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ #002# ഇതാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങൾ കോൾ ചെയ്യുക. ഏത് സിമ്മാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. നെറ്റ്വർക്കിൻ്റെ സ്പീഡിനനുസരിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. കണ്ടോ, അതാ ഇവിടെ വന്നിട്ടുണ്ട് കോൾ ഫോർവേഡിങ് ഓൾ സർവീസ് ഹാസ് ബീൻ ഡിസബിൾഡ് എന്ന് കാണിക്കുന്നുണ്ട്. എല്ലാം ഡിസബിൾഡ് ആക്കിയിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത്. ഇങ്ങനെ നിങ്ങളുടെ മൊബൈലിൽ ഈ കോഡ് വെച്ച് ചെക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കോൾ ഫോർവേഡിങ് എന്ന് പറയുന്നത് ഒരിക്കലും ഹാക്കിംഗ് അല്ല. ഓക്കെ, നിങ്ങളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ നെറ്റ്വർക്ക് കവറേജ് ഇല്ലാത്ത സമയത്ത് മറ്റൊരു മൊബൈലിൽ കോൾ വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് കോൾ ഫോർവേഡിങ്. പക്ഷേ അത് നിങ്ങൾ അറിയാതെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക എന്നത് മാത്രമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഇതുപോലെ കോൾ വരാതെ ആകുമ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഓക്കെ, ഞാൻ ഈ കാണിച്ച കോഡുകളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വെക്കുക. പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. ആ സമയത്തൊക്കെ നിങ്ങൾ ഈ ഒരു കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ മൊബൈലിൽ ചെക്ക് ചെയ്യുക. ഓരോ മൊബൈലിലും ഓരോ രൂപത്തിലായിരിക്കും കാണിക്കുക. പല മൊബൈലിലും ഈ കോഡുകൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ചെക്ക് ചെയ്ത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.